അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പ്രിയമുള്ളവരെ, സാധാരണയായി നമ്മൾ ഓതി വരാറുള്ള മങ്കൂസ് മൗലിദിൻ്റെ ഒരു സംക്ഷിപ്തമാണ് നാം വിശദീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഹയാത്തുകാലത്ത് പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും മാരകമായ പകർച്ചവ്യാധി പടർന്നു പിടിച്ചപ്പോൾ ആളുകൾ പരാതി പറഞ്ഞതനുസരിച്ചുകൊണ്ട് ആ പകർച്ചവ്യാധി മാറിക്കിട്ടാൻ, നീങ്ങിപ്പോകാൻ വേണ്ടി, അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും ചൊല്ലാൻ തയ്യാറാക്കിയിട്ടുള്ള മൗലിദാണ് മങ്കൂസ് മൗലിദ്. വേറെയും പല കാരണങ്ങളും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ മഖ്ദൂം തങ്ങൾ അവർക്ക് പൊന്നാനി പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് നേരിട്ട ഒരു ചെറിയ വിഷമം, ആ വിഷമം മാറിക്കിട്ടാൻ, അതിൽ നിന്നും സലാമത്താകാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ ഈ മൗലിദ് ഉണ്ടാക്കിയത് എന്നും അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും നാം സാധാരണയായിട്ട് ചൊല്ലി വരുന്ന ആ മൗലിദിന്റെ ഒരു വിശദീകരണം നൽകുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്യമുണ്ട്, പ്രധാനപ്പെട്ട ഏതു വിഷയവും അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ ബറക്കത്ത് കുറഞ്ഞതാണ് എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മൗലിദും ബിസ്മി കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ. പ്രകാശത്തിലും വഴി കാണിക്കുന്ന വിഷയത്തിലും ചന്ദ്രനെപ്പോലെ പ്രകാശിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബീഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപമിച്ചത് ചന്ദ്രനോടാണ്. ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖ്മൻ യതലഅലഉ വജ്ഹുഹു തലഅലുൽ ഖമരി ലൈലത്തുൽ ബദ്രി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗാംഭീര്യമുള്ളയാളായിരുന്നു. അവിടുത്തെ ആ മുഖം അത് 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുമായിരുന്നു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്മാർഗത്തിന്റെ നബിയാകുന്ന ചന്ദ്രനെ പോലെയുള്ള ആ റസൂലുള്ളാഹി തങ്ങളെ റബീഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ചു എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിലാണ് ജനിച്ചത്, നമുക്കെല്ലാം അറിയാം. എന്തുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഈ ഭൂമി ലോകത്തേക്ക് അയച്ചു? ഇതിൽ പല ഹിക്മത്തുകളും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് റബീഉ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വസന്തകാലം എന്നാണ്. അതിൽ തന്നെ ഒരു നല്ല ലക്ഷണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമുദായമാകുന്ന നമുക്ക് ഒരു സുവിശേഷമുണ്ട്, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് കാരണം? മഴയെല്ലാം പെയ്ത് ഭൂമിയെല്ലാം തണുത്ത് അത് പുഷ്പിണിയായി, ഭൂമിയിൽ പൂക്കളും കായ്കളും എല്ലാം ഉണ്ടായി, മനുഷ്യർക്കുള്ള ഭക്ഷണമാകുന്ന സസ്യങ്ങൾ അത് മുളക്കുകയും പഴങ്ങളും ഫലങ്ങളും നല്ല സമൃദ്ധമായി ഉണ്ടാവുകയും ചെയ്യുന്ന കാലമാണ് വസന്തകാലം. അന്ന് ഭൂമിയുടെ അടിയിൽ ഉള്ള വിത്തുകൾ മുളക്കുന്നു, പഴങ്ങൾ അത് തയ്യാറാകുന്നു. സാധാരണ നമ്മളൊക്കെ വസന്തകാലത്ത് നല്ലൊരു തോട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നല്ല പൂക്കളെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ആ തോട്ടത്തിലുള്ള പഴങ്ങൾ കാണുമ്പോൾ, മറ്റു ഫലങ്ങൾ കാണുമ്പോൾ, പച്ചക്കറികൾ കാണുമ്പോൾ, മറ്റുള്ള വൃക്ഷങ്ങൾ കാണുമ്പോൾ എല്ലാം നല്ല ഒരു മനസ്സിന് സന്തോഷമേകുന്ന കാഴ്ചയായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. നമ്മുടെ കണ്ണിന് ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സംജാതമാവുക. പൂക്കളെ നമ്മൾ കാണുമ്പോൾ ആ പൂക്കൾ നമ്മോട് സംസാരിക്കുന്ന പോലെ, പഴങ്ങളെ കാണുമ്പോൾ, പച്ചക്കറികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തോ ഒരു ആനന്ദം ലഭിക്കുന്ന പോലെ, ആ പഴങ്ങളും ഫലങ്ങളും പൂക്കളും കായ്ക്കളും ഒക്കെ നമ്മോട് സംസാരിക്കുന്ന പോലെ, നിന്റെ ഭക്ഷണമാകുന്ന റിസ്ഖാകുന്ന അനുഗ്രഹം ഇതാ തയ്യാറായിട്ടുണ്ട് എന്ന് നമ്മോട് വിളിച്ചു പറയുന്ന പോലെ.
അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വസന്തകാലത്തിൽ പൂക്കളും കായ്കളും സസ്യങ്ങളും ഫലങ്ങളും വൃക്ഷങ്ങളുമൊക്കെ നൽകുന്ന ആ ഒരു സന്തോഷം, അതിനേക്കാൾ വലിയ സന്തോഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദയം. റഹ്മത്തുല്ലിൽ ആലമീൻ, എല്ലാ സത്യവിശ്വാസികൾക്കും സന്തോഷം നൽകുന്ന, മുഴുവൻ ആഫത്തിൽ നിന്നും അപായങ്ങളിൽ നിന്നും രണ്ട് ലോകത്തും നമ്മെ രക്ഷപ്പെടുത്തുന്ന, എന്തിന് കാഫിറുകൾക്ക് പോലും സംരക്ഷണം നൽകുന്ന, അവർ ചെയ്യുന്ന ദോഷങ്ങൾക്ക് ഈ ലോകത്ത് അവർക്ക് ശിക്ഷയില്ല. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിൽ ഉള്ള കാലത്തോളം അവരെ നമ്മൾ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ അവിശ്വാസികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിഅമത്താണ്. ഭക്ഷണമാകുന്ന നിഅമത്ത് അല്ലാഹു തആല നൽകുന്ന അതേ കാലഘട്ടത്തിലാണ് അതിനേക്കാൾ വലിയ നിഅമത്ത് നമ്മയെല്ലാം സിറാത്തുല്ലാഹിൽ മുസ്തഖീം, അല്ലാഹുവിന്റെ ശരിയായ വഴിയിലേക്ക് നമ്മെ നയിക്കാൻ കാരണക്കാരനാകുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് പിറവി കൊണ്ടത്. പലരും അഭിപ്രായപ്പെടാറുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ എന്തുകൊണ്ട് റമളാൻ മാസത്തിൽ ജനിച്ചില്ല? റമളാൻ മാസമാണല്ലോ ഏറ്റവും സംശുദ്ധമായ പരിശുദ്ധമായ മാസം. ദിവസങ്ങളിൽ വെള്ളിയാഴ്ചയാണല്ലോ ഏറ്റവും നല്ല ദിവസം. എന്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ വെള്ളിയാഴ്ച ജനിച്ചില്ല? എന്തുകൊണ്ട് തിങ്കളാഴ്ചയിൽ ആയി? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദിവസങ്ങളെ കൊണ്ടും മാസങ്ങളെ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്ഥാനം ലഭിക്കുക എന്നല്ല. അത് മറിച്ച് റസൂലുള്ളാഹി തങ്ങൾ കാരണമായിട്ട് ദിവസത്തിനും മാസത്തിനും പവറുണ്ടാകണം. റമളാൻ മാസം കാരണം കൊണ്ട്, വെള്ളിയാഴ്ച കാരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പവർ കിട്ടി എന്നല്ല. അങ്ങനെയാകുമ്പോൾ റമളാൻ മാസത്തിൽ ജനിച്ചിരുന്നു, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജനിച്ചിരുന്നു. മറിച്ച് അല്ലാഹു തആലയുടെ ഹിക്മത്ത്, റസൂലുള്ളാഹി തങ്ങൾ കാരണമായിട്ട് മാസത്തിന് ബറക്കത്തുണ്ടാകണം, മഹത്വമുണ്ടാകണം. റസൂലുള്ളാഹി തങ്ങൾ കാരണമായിട്ട് റബീഉൽ അവ്വൽ മാസത്തിന് അല്ലാഹു തആല ബറക്കത്ത് കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ കാരണമായിട്ട് ദിവസത്തിന് മഹത്വമുണ്ടാകണം. അതെ, റസൂലുള്ളാഹി തങ്ങൾ കാരണമായിട്ട് തിങ്കളാഴ്ച ദിവസത്തിന് അല്ലാഹു തആല പവർ കൊടുത്തു. അങ്ങനെയാണ്. അല്ലാതെ റസൂലുള്ളാഹിനെ കൊണ്ടാണ് ബറക്കത്തുണ്ടാകേണ്ടത്. മറ്റു മാസങ്ങൾ ദിവസങ്ങൾ കാരണം കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് മഹത്വം ഉണ്ടാവുകയല്ല. അതുകൊണ്ടാണല്ലോ തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് സ്വഹാബത്ത് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ? അന്നാണ് അള്ളാഹു തആല എന്നെ ഈ ഭൂമി ലോകത്തേക്ക് ജനിപ്പിച്ചത് എന്നാണ്. അപ്പോ റസൂലുള്ളാഹി തങ്ങൾ മുഖേനയാകണം എല്ലാവർക്കും, എല്ലാ വസ്തുക്കൾക്കും, എല്ലാ കാലത്തിനും സമയത്തിനും മാസത്തിനും ദിവസത്തിനും എല്ലാം ബറക്കത്തുണ്ടാകേണ്ടത്, മഹത്വമുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് റമളാൻ മാസത്തിൽ ജനിക്കാതെ റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചയിൽ ജനിക്കാതെ തിങ്കളാഴ്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എന്നുകൂടി ഓർമ്മപ്പെടുത്തി. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.